നമ്മളൊന്നും രക്ഷപ്പെടുന്നില്ലല്ലോ. എത്ര കാലം ഇങ്ങനെ നടക്കണം. കടവും കടത്തിന്റെ കൂടുമായിട്ടല്ലാണ്ട് എന്താ ചെയ്യുക? ഞാൻ എല്ലാ ദിവസവും ഒരേ ലോട്ടറി എടുക്കും. ഇപ്പൊ അടിക്കും എന്ന് പറഞ്ഞ എവിടാ അടിക്കും. കുറെ കാശ് പോണതല്ലാണ്ട് ആ കാശിന് ഒരു പണി ഒരു കുടുക്കയിലിട്ട് പോയി ഒരു മാസമായി കഴിയുമ്പോ എങ്ങനെ പോയാലും ഒരു 2 ടിക്കറ്റ് വെച്ച് എടുക്കുകയാണെങ്കിലും 10,000-2,000 താഴെ എന്തായാലും ഉണ്ടാവും. ഞാൻ അങ്ങനെയല്ല, നമ്മുടെ ജഗതി ചേട്ടനെ പോലെ കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ചട്ടി. ഞാൻ എടുത്തുകൊണ്ടിരുന്നാണ് പണ്ടൊക്കെ. ഒരു രക്ഷയില്ല. ഞാൻ പരിപാടി നിർത്തി കളഞ്ഞു. നീ എന്ത് വിചാരിച്ചു ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കോടീശ്വരനാവാന്നാ? ഓട്ടോറിക്ഷ ഓടിച്ചെന്ന് ഒരു കോടീശ്വരനാവില്ല മോനെ. നമ്മള് കടമില്ലാത്തവൻ ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടവും കടത്തിന്റെ കൂടായിട്ട് മാറും. അല്ല, സ്കൂള് തുറന്നു, കുട്ടികൾക്ക് യൂണിഫോം എടുക്കണം, ബുക്ക് മേടിക്കണം, എന്തോരം കാര്യങ്ങളാ, വീട്ടിലെ ചെലവ് നോക്കണം. അതൊക്കെ തന്നെയാണ് എന്റെ അവസ്ഥ. പിന്നെ പിള്ളേര് ഇപ്പൊ ഡിഗ്രിയും +2 ഒക്കെ ആയതുകൊണ്ട് ഒരു സമാനമുണ്ട്. പിന്നെ എന്റെ മക്കൾ അത്രയൊന്നും ആയിട്ടില്ല. ഒരുത്തനും 9-ലും ഒരുത്തനും 4-ലും ആയതുകൊണ്ട് പിന്നെ ഈ വണ്ടിയുടെ പണി വേറെ. കാശ് കുറെ ഉണ്ടാക്കേണ്ടി വരും എല്ലാ മാസവും. അപ്പൊ മുട്ടന ഓട്ടോ ഓടേണ്ടി വരും. അല്ലാണ്ട് ഓട്ടോക്കാർക്ക് മാത്രം ഒന്നിനും കാശ് കൂടുന്നില്ല, ഒന്നുമില്ല. ഓട്ടോക്കാരന് റേഷൻ മേടിക്കാൻ കാശില്ല. ഒരാൾ തന്നെ എനിക്ക് നോക്കണ്ട, അവന് വേണമെങ്കിൽ നോക്കും. മുഖത്ത് നോക്കി ലക്ഷണം പറയും. 1 കൊടുത്താൽ 2 കിട്ടും. 2 കിട്ടും, 2 സൈഡിലും കിട്ടും. ലക്ഷണം വെച്ചാൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും. എല്ലാം തുറന്നു പറയും. സത്യമേ പറയൂ. എന്തൊക്കെ പറയും? എല്ലാം പറയും. താങ്കൾക്ക് രക്ഷപ്പെടാനുള്ള യോഗമുണ്ട്. അതെ, താങ്കളുടെ മുഖത്ത് നോക്കിയാൽ നിലത്ത് തുപ്പാൻ തോന്നില്ല. അത് കൊള്ളാം. അത് നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ദക്ഷിണ വെക്കുകയാണെങ്കിൽ മുഖസ്തുതി പറയും. ദക്ഷിണ വെച്ചിട്ടൊക്കെ ദക്ഷിണ വെച്ച് കഴിഞ്ഞാൽ കാര്യം തുറന്നു പറയും. മഷിനോട്ടം, വായ്നോട്ടം. എന്താ മഷിനോട്ടം, വായ്നോട്ടം, കൈനോട്ടം. 3 കാര്യങ്ങളാണുള്ളത്. തൽക്കാലം ഒരു കാര്യം ചെയ്യട്ടെ, അവൻ പൈസ തരും, അവന്റെ കൈ ഒന്ന് നോക്കി ദക്ഷിണ വെക്കണം ആദ്യം. ദക്ഷിണ വെച്ചാലേ നമ്മൾ കാര്യം പറയുള്ളൂ. എങ്ങനെയാണാവോ ദക്ഷിണ? ദക്ഷിണ എങ്ങനെയാണെങ്കിലും വെക്കാലോ. അതെ, കയ്യിലുള്ളത് തന്നാ മതി. നിങ്ങൾ എന്ത് നന്നാലും നമ്മൾ സ്വീകരിക്കും. നമ്മളങ്ങനെ ചോദിച്ചു വാങ്ങില്ല. നമുക്ക് നിങ്ങളെ രക്ഷപ്പെടണം. നിങ്ങളെ കണ്ടപ്പോൾ തോന്നി നിങ്ങൾ മാനസികമായും സാമ്പത്തികമായും വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളാണ്. തലയെ തൊട്ട് പറയുന്നു, തലയെ തൊടാതെയും പറയും. താങ്കൾ രക്ഷപ്പെടും. ഞാൻ നോക്കണല്ലോ, എന്ത് തന്നാലും മേടിക്കോ? എന്ത് തന്നാലും വാങ്ങിക്കും. 2 അടിയാ തന്നെങ്കിലാ അത് തന്നാലും നമ്മൾ സ്വീകരിക്കും. അത് വേണ്ട, കാശ് കൊടുത്ത് നോക്കിക്ക്, എന്താ അറിയാല. മുഖസ്തുതി മാത്രമേ പറയൂ. സത്യം സത്യം പോലെ. താങ്കൾക്ക് വരാനിരിക്കുന്നത് നല്ലൊരു ഭാവിയാണ്. താങ്കളെ കാത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. അത് എവിടുന്നാണെന്ന് പറയണമെങ്കിൽ ദക്ഷിണ വെക്കണം. നീയും ഞാനും അകലങ്ങളിൽ ഇരുന്ന് സ്നേഹം പങ്കിട്ടു. ബാക്കി പറയണോ? ദക്ഷിണ എടാ കൊടുത്തു നോക്ക്, നിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. നിന്റെ ഒരു പെൺകൊച്ചില്ലേ, നിന്റെ ഒരു ലൈൻ, ആ കാര്യമൊക്കെ കൊടുത്തു നോക്ക്. അല്ല, കൊടുത്തു നോക്കണേ. എന്തോ അല്ല, താങ്കൾക്ക് എന്തോ ഒന്ന് വഴിയിൽ തങ്ങിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന്റെ തടസ്സം നീക്കാൻ വേണ്ടി ഭാഗ്യങ്ങൾ അറിയാലോ. എനിക്ക് ഇതൊക്കെ ഭയങ്കര വിശ്വാസമാണ്. മുമ്പിലേക്ക് ദക്ഷിണ തന്നാത്ത കാര്യം പറയും. മഷിനോട്ടം, വായ്നോട്ടം, കൈനോട്ടം. ഈ വായ്നോട്ടം എന്ന് പറഞ്ഞാൽ നീ ആദ്യം നോക്ക്, അതൊക്കെ നമുക്ക് പിന്നെ ചോദിക്കാം. അപ്പൊ എന്നാ ദക്ഷിണ വിടി വെച്ചോളൂ. ഐശ്വര്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുറഞ്ഞു പോയി എന്നാലും വേണ്ടില്ല, ഞാൻ കൂടുതലായിട്ട് കണ്ട് താങ്കളുടെ കാര്യങ്ങൾ പറയാം. താങ്കൾ ആദ്യമേ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ ചേട്ടന്റെ പേര്? നാമധേയമാണോ ഉദ്ദേശിച്ചത്? താങ്കളുടെ നാമധേയമാണെങ്കിലും താങ്കൾക്കൊരു വിളിപ്പേര് കാണുമല്ലോ. അതെന്താ? ജോജു. ജോജു. ജോജു എന്ന് പറയുന്നതിൽ തന്നെ ഒരു കള്ളലക്ഷണം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ജോ 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 ജു. വിളിച്ചാൽ വിളിച്ചെടുത്ത് കിട്ടില്ല. താങ്കളുടെ സ്വഭാവം അതാണ്. താങ്കൾ 1 കൊടുത്താൽ താങ്കൾക്ക് 2 തിരിച്ചു കിട്ടും. താങ്കൾ അതിനുവേണ്ടിയാണ് എപ്പോഴും പരിശ്രമിക്കുന്നത്. താങ്കളുടെ ഒളിച്ചോടിപ്പോയ കാമുകി നല്ല സുഭിക്ഷമായി ജീവിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. അത് അവരുടേതാണോ അവളുടേതാണോ താങ്കളുടേതാണോ എന്ന് ആർക്കറിയാം. പക്ഷെ ഇതിനെല്ലാം ഒരു പോംവഴിയുണ്ട്. കറക്റ്റ് അല്ലേ? ഇതുവരെ കറക്റ്റ് അല്ലേ? ഇതിനെല്ലാം ഒരു പോംവഴിയുണ്ട്. താങ്കളുടെ മൂലം നക്ഷത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കണം. അതിന് കാശ് വേറെ മുടക്കണം. മൂലം കൊള്ളുന്നത് നോക്കണം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ മൂലത്തിലാണോ അല്ലെങ്കിൽ മൂല നക്ഷത്രത്തിൽ? മൂലത്തിൽ ചെയ്യണം. മൂലത്തിൽ. പക്ഷെ അത് പറയുന്നത് കൊള്ളുന്നത് നോക്കണം.
മൂലത്തിൽ പോയിട്ട് അല്ലല്ല മൂലത്തിൽ പുഷ്പാഞ്ജലി, മൂലം നക്ഷത്രമാണേ. അപ്പൊ പൊള്ളുന്നതും കൂടെ നോക്കണം. താങ്കൾ എന്തായാലും രക്ഷപ്പെടും. 50 രൂപയ്ക്ക് ഇത്രയും മതി, ബാക്കി നമുക്ക് പിന്നെ കാണാം. അപ്പൊ എത്ര രൂപയാണ് പുള്ളു പറയാൻ? പുള്ളു പറഞ്ഞാൽ ഹാഫ് ആദ്യം നല്ല ഫുൾ പറയാൻ പറ്റൂ. അപ്പൊ പുള്ളി പറഞ്ഞത് എനിക്ക് മനസ്സിലായ നമ്മള് 3 കാര്യങ്ങളാണ്. ആദ്യം ഹാഫ് മേടിച്ചു കൊടുക്കണം, പിന്നെ ഫുള്ള് പറയാം. കൈനോട്ടം, ആദ്യം എന്താണ് വേണ്ടത്? ജവാനാണോ വേണ്ടത്? കൈനോട്ടം, വായ്നോട്ടം, മഷിനോട്ടം. ഓക്കെ, 50-നുള്ളതായി. നമ്മൾ പോണു, രക്ഷ പ്രാപിക്കട്ടെ. അല്ല ചേട്ടാ, ഇവിടെ വന്നേ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ വായുനോട്ടം, മഷിനോട്ടം, കൈനോട്ടം, അതെ, കൈ നോക്കി നമ്മൾ കൈ നോക്കി. അപ്പൊ ഈ മഷിനോട്ടം എന്ന് പറഞ്ഞാൽ ഈ മഷിനോട്ടം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒക്കെ ഒരു ബിസിനസ് സീക്രട്ട് ആണ്. ഈ രഹസ്യങ്ങളൊന്നും ഞങ്ങൾ ആരോട് പറയാറില്ല. നമ്മളിപ്പോ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾ നാളെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു ഓട്ടോയില് ഇത് യാത്ര ചെയ്യുകയാണെങ്കിൽ കാശില്ല മക്കളെ എന്ന് പറയാൻ ചെയ്യാലോ. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ പറയാം, ഈ മഷിനോട്ടം എന്ന് പറഞ്ഞ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമല്ലോ, ഇങ്ങനെ എഴുതില്ലേ? അപ്പൊ ഈ ഇങ്ങനെ എഴുതി നോക്കുമ്പോ പിന്നെ ഒന്ന് പേന ഉയർത്തി നോക്കും, മഷി തീർന്നോ? ഇതാണ് മഷിനോട്ടം. ഇതാണല്ലേ മഷിനോട്ടം. എന്റെ പൊന്നെ, ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കണം ഇതെന്താ മഷിനോട്ടം. അപ്പൊ ഇതാണ് മഷിനോട്ടം. ഇനി ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ. അപ്പൊ ഈ മഷിനോട്ടത്തിന്റെ കാര്യം മനസ്സിലായല്ലോ? ഒരു സംശയമില്ല, ഒരാളോടും പറയരുത്. ഇല്ലില്ല. ജീവിച്ചു പോകട്ടെ. പിന്നെ ഒരു കാര്യം, അപ്പൊ ഈ മൂന്നാമത്തെ വായുനോട്ടം എന്താണ്? ഈ വായുനോട്ടം എന്ന് പറയുമ്പോഴേ, ഈ കൈ നോക്കാനൊന്നും ആരെയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങളൊക്കെ വെറുതെ ഇരിക്കല്ലോ, ഇപ്പൊ ഓട്ടോ ഓടുന്നില്ല, ചുമ്മാ കറങ്ങിയൊക്കെയാണ്. ഈ സമയത്ത് എന്റെ കൂടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ആ പാർക്കിലെ ബീച്ചിൽ അവിടെ എവിടെ പോയിരുന്നു 4 പെൺപിള്ളേരുടെ വായന നോക്കിക്കാം. അതാണ് ഈ വായന. ജോജോ ജോജോ Get on my head.